പലരും ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. എന്നാൽ റെയിൽവേ ജംഗ്ഷനുകൾ എന്നാൽ എന്താണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ജംഗ്ഷൻ എന്ന സംശയം പലർക്കും ഉണ്ട്. ഇനി എന്താണ് റെയിൽവേ ജംഗ്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ, രണ്ടിൽ കൂടുതൽ വ്യത്യസ്തമായ ദിശയിലേക്ക് ട്രെയിനുകൾ കടന്നു പോകുന്ന സ്റ്റേഷനുകളെയാണ് റെയിൽവേ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് രണ്ടോ അതിലധികമോ ലൈൻസ് വന്നു ചേരുന്നതോ പോകുന്നതോ അല്ലെങ്കിൽ അവിടുന്ന് പുറപ്പെടുന്ന റെയിൽ ഉണ്ടെങ്കിലോ അതിനെ ഒരു ജംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള കൂടുതൽ ട്രെയിനുകൾ ലഭിക്കുമെന്നതാണ് ഈ ജംഗ്ഷന്റെ പ്രത്യേകത. മികച്ച സൗകര്യങ്ങളാണ് ജംഗ്ഷൻ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇനി കേരളത്തിലെ പ്രധാന റെയിൽവേ ജംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, 2 റെയിൽവേ ജംഗ്ഷനുകളുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിലെ പ്രമുഖ റെയിൽവേ ജംഗ്ഷനാണ് ഒലവക്കോട് ജംഗ്ഷൻ അഥവാ ഗേറ്റ് വേ ജംഗ്ഷൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന പാലക്കാട് ജംഗ്ഷൻ. ഇതിലൂടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ട്രെയിനുകൾ പ്രധാനമായും കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഷൊർണൂർ, കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിലേക്കുള്ള റൂട്ടുകളാണ് ഈ ജംഗ്ഷനുകളിലൂടെ കടന്നുപോകുന്നത്. കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ജംഗ്ഷൻ സ്റ്റേഷൻ കൂടിയാണ് ഇത്. 5 പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ ജംഗ്ഷന് ഉള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ, ഷൊർണൂർ ജംഗ്ഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ. മംഗലാപുരം, പാലക്കാട്, എറണാകുളം, നിലമ്പൂർ എന്നീ 4 വ്യത്യസ്ത റൂട്ടുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളായ 7 പ്ലാറ്റ്ഫോം ഉള്ളത് ഈ ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. ഇനി അടുത്തത് എറണാകുളം ജംഗ്ഷനാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ ജംഗ്ഷനാണ് എറണാകുളം ജംഗ്ഷൻ. എറണാകുളം സൗത്ത് എന്നറിയപ്പെടുന്ന ഇവിടെ 6 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതുമായ ജംഗ്ഷനാണിത്. ഇനി കേരളത്തിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞതും ചെറുതുമായ ജംഗ്ഷൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ, ആലപ്പുഴ ജില്ലയിലുള്ള കായംകുളം ജംഗ്ഷനാണ് കേരളത്തിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞതും ചെറുതുമായ ജംഗ്ഷൻ. 5 പ്ലാറ്റ്ഫോമുകളുള്ള ഇതിലൂടെ കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം റൂട്ടുകളാണ് കടന്നുപോകുന്നത്. അടുത്തത് കൊല്ലം ജംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖ റെയിൽവേ ജംഗ്ഷനാണ് ഇത്. ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയതും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതുമായ റെയിൽവേ പ്ലാറ്റ്ഫോമും ഇവിടെയാണുള്ളത്. പ്ലാറ്റ്ഫോം 1ഉം 1A കൂടി ചേരുമ്പോൾ ആകെ നീളം വരുന്നത് 1180.5 മീറ്റർ ആണ്. 6 പ്ലാറ്റ്ഫോമുകളുള്ള ഇതിലൂടെ കടന്നു പോകുന്ന റൂട്ടുകൾ തിരുവനന്തപുരം, തെങ്കാശി, കായംകുളം എന്നിവിടങ്ങളിലേക്കാണ്. മെമു ട്രെയിൻ സർവീസുകൾക്ക് പ്രശസ്തമാണ് ഈ ജംഗ്ഷൻ. കൂടാതെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹുബ്ബള്ളിയിലെ നിർമ്മാണം നടക്കുകയാണ്. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും നീളമുള്ള പ്ലാറ്റ്ഫോമായി മാറുന്നത്. നിലവിൽ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ നീളം 550 മീറ്റർ ആണ്. പണി പൂർത്തിയാകുമ്പോൾ ഇതിന്റെ നീളം 1400 മീറ്റർ ആകും. ചുരുക്കി പറഞ്ഞാൽ യാത്രക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നവയാണ് ഈ റെയിൽവേ ജംഗ്ഷനുകൾ.